ധർമ്മടത്തുള്ള ജനങ്ങളോട് അവിടെയുള്ള വോട്ടർമാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊരു MLA അവിടെയുണ്ട്. ആ MLA ഇതുവരെയായിട്ട് നിങ്ങളുടെ നാട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? MLA ആയിട്ടാണ് പിന്നെന്താകുന്നത്, മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്, മന്ത്രിസ്ഥാനത്തെത്തുന്നത്. അപ്പോൾ ആ MLA എന്ന നിലയ്ക്ക് അദ്ദേഹം എന്തൊക്കെ നിങ്ങളുടെ നാട്ടിൽ ചെയ്തു? MLA ഫണ്ടിൽ നിന്ന് എന്തൊക്കെ, മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എന്തൊക്കെ അവിടെ ചെയ്തു? സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങളൊരു വോട്ട് ചെയ്ത ആളുകളല്ല, ധർമ്മടത്തെ ആളുകൾ, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു കാര്യം ഒന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി പറഞ്ഞാമെന്ന് പറഞ്ഞേ, എന്തോ ഒന്ന് ചോദിക്കുമ്പോൾ സഖാവ് ഒരു സെൽഫി അമ്മമാരൊന്ന് എടുക്കുമ്പോൾ കൂടെ വന്നൊരു മുഖ്യമന്ത്രിൻ്റെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് പിന്നെ എടുക്കാനായിട്ട് വെറുപ്പിടിച്ച് പോയ ആളാണ് ഈ മുഖ്യമന്ത്രി. ഇതിപ്പം നടക്കുന്ന സംഭവമാണ്, അതിൻ്റെ മുന്നിലുള്ള കുറേ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചെയ്യുന്ന ഈ വോട്ട് അത് നിങ്ങൾ അർഹതപ്പെട്ട ആളുകൾക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് കൊണ്ട് എന്താക്കുക ചെയ്യുക. ധർമ്മടത്തിലെ നല്ലവരായ ജനങ്ങൾ, നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടാക്കണം ഒരു ഉത്തരായിട്ട് നിങ്ങൾക്ക് എന്താക്കണം, പിണറായി വിജയൻ നിങ്ങൾ തോൽപ്പിക്കണം, നിങ്ങൾ വിജയിക്കണം. നിങ്ങളുടെ കേരളത്തിലെ മുഴുവൻ, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എവിടെ തോറ്റാലും സാരമില്ല, എവിടെ ജയിച്ചാലും സാരമില്ല. പക്ഷെ എന്താക്കണം, ധർമ്മടത്തെ ജനങ്ങൾ എന്താക്കണം, ഈ പിണറായി വിജയൻ എന്താക്കണം, തോൽപ്പിക്കണം. നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് വെച്ചാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ വോട്ടാണ്. കാരണം അത്രയും നെറുകേടാണ്, അത്രയും പാവമായ കാര്യങ്ങളാണ് ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നത്. അതിന് ഓരോ അമ്മമാരും സഹോദരിമാരും ചേട്ടന്മാരും എല്ലാ ഉപ്പമാരും അച്ഛന്മാരും എല്ലാം സഹോദരിമാരെല്ലാം കരുതി നിൽക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ സഖാക്കളായിരിക്കും, നിങ്ങൾ ചിലപ്പം കട്ട സഖാക്കളായിരിക്കും, പക്ഷെ നിങ്ങൾ സഖാക്കൾ തന്നെ എത്രയോ ആളുകൾ പിരിഞ്ഞു പോയി നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന്. സത്യമായ കരതീർന്ന സഖാക്കന്മാർ എത്രയോ ആളുകൾ ഇപ്പോൾ പുറത്താണ്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വോട്ട് എന്താക്കണം, ഉപയോഗിക്കണം.